വെൽക്കം ടു സൺഡേ ടോക്സ്. കമ്പനിയിൽ കണ്ട പോലെ തന്നെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഇതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. അസൂയക്കും കഷണ്ടിക്കും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ഫസ്റ്റ് തന്നെ കഷണ്ടിയിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ അടുത്തിടയ്ക്ക് ഒരു സ്പീച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. സ്പീച്ച് അല്ല, ഒരു കോമഡി ആയിട്ടുള്ള ഒരു ചേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. അതായത് നമ്മുടെ കഷണ്ടിനെ കുറിച്ചിട്ടാണ് പറയണത്. അതായത് അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ കഷണ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലേ? നിങ്ങൾക്ക് സ്വയം ഒരു മോശത്തരം തോന്നുന്നില്ലേ? നിങ്ങൾക്ക് കുറച്ചും കൂടെ മുടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ലതായില്ലേ, കാണാൻ ഹാൻസം ആയിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു റിപ്ലൈ കൊടുത്തതാണ്, എനിക്കിതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ കഷണ്ടി മറ്റുള്ളവരാണ് കൂടുതൽ നേരവും കാണുന്നത്. ഞാൻ കാണുന്നത് എപ്പോഴാ? കണ്ണാടി നോക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അയാൾ തിങ്ക് ചെയ്തത്, അതായത് അയാൾ തിങ്ക് ചെയ്ത ആംഗിളിന്റെ വ്യത്യാസമാണ്. അതേപോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് കഷണ്ടിക്ക് മരുന്നില്ലെങ്കിൽ ഇപ്പൊ സൊല്യൂഷൻ ആയോ? സൊല്യൂഷൻ ആയില്ലേ? നല്ലൊരു ആംഗിളിൽ എന്ത് കാര്യവും നമ്മള് എടുക്കുന്ന ആംഗിൾ അനുസരിച്ചിരിക്കും നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, വിഷമവും ഇല്ല, ദുഃഖവും ഇല്ല, സങ്കടവും ഇല്ല, മരുന്ന് വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് മുടി വളർത്തണം എന്നുള്ള ദുഃഖങ്ങളോ ഒരു ദുഃഖം അദ്ദേഹത്തിന് ഇല്ല. പീസ്ഫുൾ ആയിരിക്കും, ലൈഫ് ജോളിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം പറയണ അത്ര കറക്റ്റാ. ആ കണ്ണാടി നോക്കണം ആ നേരം മാത്രമേ തനിക്ക് മുടിയില്ല എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ, അല്ലെ? അപ്പൊ അതിനുശേഷം കൂടുതൽ ടൈമും മറ്റുള്ളവരാണ് കാണുന്നത്. അപ്പോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഓക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ അസൂയയുടെ കാര്യം പറയുന്നത് കേട്ടോ. എന്താണെന്നറിയോ? ഇപ്പൊ അസൂയയുടെ കാര്യമായാലും നമ്മൾ തിങ്ക് ചെയ്യുന്ന ആങ്കിൾ പോലെ ഇരിക്കും. കാരണം ലോകത്ത് ദൈവം എല്ലാവർക്കും കഴിവ് കൊടുത്തിട്ടുണ്ട്. അസൂയ മെയിൻ ആയിട്ട് വരുന്ന എവിടെയെന്ന് അറിയാമോ? ടാലന്റിലാണ്. ഇപ്പൊ ഒരാൾക്കില്ലാത്തൊരു കഴിവ് വേറൊരാൾക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കില്ലാത്ത പഠിപ്പ് വേറൊരാൾക്കുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അസൂയ കൂടുതൽ വരിക. അതുപോലെ പണക്കാരോട് പണമില്ലാത്തവർക്ക് കുറച്ച് അസൂയ ഉണ്ടാകും. അല്ലെങ്കിൽ അവരുടെ കാറ് തന്റെ കാറിനേക്കാളും കുറച്ചും കൂടെ വലിയ കാറാണ്, വലിയ ലക്ഷറി കാറാണ്, ഒക്കെ വരുമ്പോ അസൂയ വരുമല്ലോ. അല്ലെങ്കിൽ വലിയ വീട് അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ആംഗിൾ മാറ്റി ചിന്തിച്ചാൽ മതി. അസൂയ നമ്മളെ തന്നെ നശിപ്പിക്കുക ചെയ്യുക, സ്പോയിൽ അവർ സെൽഫ്, നമ്മുടെ തന്നെ കോൺഫിഡൻസും ചീത്തയാക്കും, നമ്മളെ തന്നെ നശിപ്പിക്കും, നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, അല്ലെ? ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതന്നെ വേണം എന്ന കാര്യത്തിൽ തന്നെ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കില്ലാത്തത് നമുക്കുണ്ടാവും, നമുക്കില്ലാത്തത് അവർക്കുണ്ടാവും, അല്ലേ? അതല്ലേ അതിന്റെ ശരി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളിപ്പോ എത്ര അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. അവർക്കൊരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അവർക്ക് ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ലെവലിൽ എത്തുന്നെ ചെയ്യും. നമ്മൾ ഈ അസൂയപ്പെട്ട് ഇരുന്നാൽ നമ്മുടെ ഹെൽത്തിനും മോശം. എന്നാൽ നമ്മൾ ഗ്രോ ചെയ്യോ? അതും ഇല്ല. അവര് ഗ്രോ ചെയ്തോണ്ടേയിരിക്കും. നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫ് ഒരു പടി പോലും താഴേക്ക് പോണില്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതുകൊണ്ട് ഈ അസൂയ കൊണ്ട് ഒരു കാര്യമില്ല. ആരുടെ കാര്യത്തിലും നമ്മൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസൂയ വരേയില്ല. ചെറിയ ചെറിയ അസൂയൊക്കെ എനിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത്. പക്ഷെ പിന്നീട് ഞാൻ തന്നെ സ്വയം ആലോചിക്കാറുണ്ട്, നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? നമ്മൾ ഇവിടെ ഇങ്ങനെ അസൂയപ്പെടും. പക്ഷെ അവർക്ക് പോകേണ്ട തരത്തിൽ അവര് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും, അവരുടെ ഗ്രാഫ് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കുശുമ്പും കുത്തി അസൂയയും കുത്തി നമ്മൾ തന്നെ സ്വയം നശിപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ടാലന്റും സ്പോയിൽ ചെയ്യാന്നല്ല. നമുക്ക് എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീൽഡായിരിക്കും നമുക്ക് ദൈവം കഴിവ്. അതിന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അസൂയപ്പെടുന്ന ആള് പോലും ചിലപ്പോ ഇയാൾക്ക് ഇന്ന കഴിവുണ്ടായിരുന്നോ എന്ന് വിചാരിച്ചിട്ട് നമ്മളോട് അസൂയ വരാൻ തുടങ്ങും. ചിലപ്പോ അങ്ങനെയും വരാം. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. നമ്മൾ തിങ്ക് ചെയ്യുന്ന ആംഗിൾ കൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. മരുന്നില്ലെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ അസൂയ എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അസൂയ ഇങ്ങനെ ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ബന്ധങ്ങൾ ഇല്ലാണ്ടാകും, പിന്നെ ഈ ഒരു കോൾഡ് വാർ ആകും, പിന്നെ ഇൻസൈഡ് ഫൈറ്റ് വരും. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. എപ്പോഴും തിങ്ക് ചെയ്യേണ്ടത്, നമ്മൾ അസൂയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് അസൂയപ്പെടുന്നത് അവർക്ക് ഒരിക്കലും എഫക്ട് ചെയ്യാൻ പോണില്ല, ഒരു തരത്തിൽ എഫക്ട് ചെയ്യില്ല എന്നുള്ള ഒരു ഫാക്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസൂയ വരില്ല. ഒരിക്കലും അത് അവരെ എഫക്ട് ചെയ്യില്ല. നമ്മളെ തന്നെയാണ് അത് എഫക്ട് ചെയ്യുക. അത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസൂയയ്ക്ക് ഒരു ജലസിന് നമുക്ക് സൊല്യൂഷൻ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവനവന്റെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിൽ നമ്മൾ തന്നെ ഫെർട്ടിലൈസ് ചെയ്ത് വലുതാക്കി എടുക്കുക, അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏൺ ചെയ്യുക. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ഈ ചെറിയ ചാനല്
എനിക്ക് കുറച്ച് സബ്ബേ ഉള്ളൂ. പക്ഷെ ഞാൻ വലിയ ചാനലൊക്കെ നോക്കി ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ഇരുന്ന് അസൂയപ്പെട്ട് കുശുംബിച്ചിട്ടൊക്കെ വലിയ വലിയ ചാനൽസ് നോക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് സബ് കൂടാനും പോണില്ല, വ്യൂസ് കൂടാനും പോണില്ല, അവരുടെ കുറയാനും പോണില്ല അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ്. എനിക്ക് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ഇട്ടുകൊണ്ടേയിരിക്കുക, ഞാൻ എൻ്റെ പാഷനായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും അത് ക്ലിക്കാകും. ക്ലിക്കായില്ലെങ്കിൽ എന്താ, ഓക്കെ, ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഐ എം നോട്ട് ഫോക്കസിങ് ഓൺ ദിസ് ഓൺലി. അപ്പൊ ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ എന്റെ ഡെയിലി ലൈഫ് ഞാൻ എന്ത് ഡെയിലി ചെയ്യുന്നോ അതാണ് ഞാൻ ഇവിടെ ഇടുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോ ഏർണിങ്സിന് വേണ്ടി എന്നും പറഞ്ഞ് ഞാൻ അതിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇത് മാത്രം ആലോചിച്ച് ചിന്തിച്ച് തല പുകഞ്ഞിരിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാലോ അപ്പുറത്തെ സൈഡിൽ ഞാൻ അസൂയപ്പെടുന്ന വലിയ വലിയ യൂട്യൂബേഴ്സോ അവര് താഴേക്ക് ലെവലിൽ വരുമോ? ഞാൻ അസൂയപ്പെട്ടിരുന്നാല് ഒരിക്കലും വരാൻ പോണില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരുടെ കാര്യം ചിന്തിക്കട്ടെ, എപ്പോഴും നമ്മൾ എടുക്കേണ്ട ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക, മോഡലായിട്ട് എടുക്കുക. ഓരോ നമ്മളെക്കാളും വലിയ വലിയ ആൾക്കാരിൽ നിന്ന് നമുക്ക് ഗൈഡൻസ് എടുക്കാം, ഇൻസ്പിറേഷൻ ആക്കി എടുക്കാം, റോൾ മോഡലായിട്ട് എടുക്കാം എന്നല്ലാതെ അസൂയപ്പെട്ടിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നും നേടാൻ പോണില്ല. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.